പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് കൊച്ചി. ഫോർട്ട് കൊച്ചി വേളി മൈതാനത്ത് സ്ഥാപിച്ച 42 അടി ഉയരമുള്ള പാപ്പാനിക്ക് തീ കൊളുത്തിയതോടെ മൈതാനത്ത് തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ജനങ്ങൾ 2025-നെ സ്വാഗതം ചെയ്തു. വർണ്ണ ബൾബുകളാൽ അലങ്കരിച്ച മഴമരത്തിന് താഴെ ആട്ടവും പാട്ടുമായി സന്ധ്യ മുതൽ തന്നെ ജനക്കൂട്ടവും ഇടം പിടിച്ചിരുന്നു. ഫോർട്ട് കൊച്ചി വേളി മൈതാനത്ത് നിന്നും മെട്രോ 7 ന്യൂസ് റിപ്പോർട്ടർ റിഡ്ജൻ റിബല്ലോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുതുവത്സരം ആഘോഷിക്കുവാനായി മലയാളികൾ ഈ വർഷം കൊച്ചിയിലേക്ക് വന്നത് ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും ആ ഫോർട്ട് കൊച്ചിയുടെ പഴയ ആഘോഷങ്ങളുടെ തനിമ കുറഞ്ഞു പോയോ എന്നുള്ള ഒരു ചിന്തയാണ് പലർക്കുമുള്ളത്. എന്നാൽ ഇന്ന് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന ഫോർട്ട് കൊച്ചി വെളിയിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടെയാണ് ഇവിടെ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങളിൽ ഈ പപ്പാഞ്ഞിയെ, നമ്മൾക്ക് പിന്നിൽ കാണുന്ന പപ്പാഞ്ഞിയെ കത്തിക്കുവാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവുണ്ടായെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിക്കൊണ്ടാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ന്യൂ ഇയർ ആഘോഷത്തിന് കൊച്ചി സാക്ഷിയായപ്പോൾ ജനസാഗരങ്ങളുടെ ഒഴുക്കാണ് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷത്തെ എല്ലാ സങ്കടങ്ങളും വിരഹങ്ങളുമൊക്കെ പാപ്പാനിയോടൊപ്പം കത്തിയമർന്നപ്പോൾ പുത്തൻ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ 2025-ന് വരവേറ്റു. കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലുകളിൽ നിന്ന് സൈറൻ മുഴങ്ങിയതോടെ തെരുവോരങ്ങളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന ചെറിയ പാപ്പാനികളെ അടക്കം അഗ്നിക്കിരയാക്കിയാണ് കൊച്ചി പുതുവർഷത്തെ വരവേറ്റത്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളിമൈതാനത്ത് സ്ഥാപിച്ചിരുന്ന 42 അടി ഉയരമുള്ള കൂറ്റൻ പാപ്പാനിക്ക് നടൻ വിനയ് ഫോർട്ടാണ് തീ കൊളുത്തിയത്. DCP KS സുദർശൻ, ACPമാരായ PB കിരൺ, P രാജ്കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1000-ഓളം പോലീസുകാരെയാണ് ഫോർട്ട് കൊച്ചിയിൽ വിന്യസിപ്പിച്ചിരുന്നത്. വെളിമൈതാനത്ത് വർണ്ണ ബൾബുകളാൽ അലങ്കരിച്ച മഴമരത്തിന് താഴെ ജനക്കൂട്ടം സന്ധ്യ മുതൽ നൃത്തലഹരിയിലായിരുന്നെങ്കിലും 12 മണി അടുത്തപ്പോൾ എല്ലാ കണ്ണുകളും പാപ്പാനിയിലേക്ക് ഉറ്റുനോക്കി. തുടർന്ന് പരസ്പരം പുതുവത്സരാശംസകൾ നേർന്നും ആഘോഷ ആരവത്തോടെയുമാണ് ജനങ്ങൾ മടങ്ങിയത്. കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ്, ഗാലാഡി ഫോർട്ട് കൊച്ചി പ്രസിഡന്റ് VJ ആൻസി, സന്തോഷ് കുമാർ, PJ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വൈബായി ഇപ്പോൾ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറാവുന്ന, ചരിത്രങ്ങളിൽ എഴുതി വെക്കാൻ കഴിയാവുന്ന ഒരു ട്രീ ഇതാ അവിടെ ഉയർത്തെഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞു. നോക്കൂ, അടുത്ത തന്നെ ചരിത്രതാളുകളിൽ കേരളത്തിന് എഴുതി വെക്കാൻ കഴിയുന്ന 48 അടിയുള്ള പപ്പ ഉയർന്നു നിൽക്കുകയാണ്. ആ പപ്പാഞ്ഞി ഉയർന്നു നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും യുവതി യുവാക്കളും എല്ലാവരും ആനന്ദിച്ച് ഒരു ദിവസം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പരസ്പരം സാഹോദര്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ മാനവികതയൊക്കെ ഉയർത്തിപ്പിടിക്കുക. ഇത് തന്നെയാണ് ഫോർട്ട് കൊച്ചിയുടെ വൈബും. ഇങ്ങനെ തന്നെ വേണം രാജ്യങ്ങൾക്ക് മാതൃകയായി നമുക്ക് പോകാനും. ഇത് നമ്മുടെ പൂർവികർ നമുക്ക് നൽകി പോയിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്നും. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.